മാസ്ക് മാറ്റാൻ പറ്റത്തില്ല, ഡൽഹിയാണ്, നല്ല ഫൈനാണ്. കേരളത്തെ പോലെ തന്നെയാണ് ഡൽഹിയിൽ, നല്ല ഫൈനുണ്ട് ഇവിടെ. 500 അല്ല 2000 ആണ് ഫൈൻ. അപ്പോൾ മാസ്ക് ഇട്ടേക്കാണ്. അപ്പോൾ നമ്മുടെ ടുഡേ വി ആർ ഗോയിങ് ടു കുത്തബ് മിനാർ. നമ്മുടെ ഹായ്, ഞാൻ റെഡി ആയിട്ട് നിൽക്കണം. രാവിലെ തന്നെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഡൽഹിയിൽ. നാളെ നമ്മൾ ബാക്ക് ടു കൊച്ചി അല്ലേ. നമുക്ക് ഇന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ ഒക്കെ പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് കുത്തബ് മിനാറാണ്. അവിടെ ചെന്നിട്ടാണ് ബാക്കി പ്ലാൻ ചെയ്തത്. അപ്പോൾ കുത്തബ് മിനാർ നമ്മൾ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മൾ നിന്ന് നമ്മുടെ ഹോട്ടലാണ്. ഇത് 4 സ്റ്റാർ ഹോട്ടലാണ്. അത്ര വലിയ 4 സ്റ്റാർ ആണ്. ആഗ്രഹം വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ വരും. അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു ചായക്കടയുണ്ട്. വലിയ സെറ്റപ്പ് ഹോട്ടലൊക്കെ വെച്ച് ഫ്രണ്ടിൽ ചായക്കടയാണ്. ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ മിനറൽ വാട്ടർ മേടിക്കുന്നത് 50ആണ്. 50 രൂപയും ഒരു സോഡ നാരങ്ങ വെള്ളത്തിന് 120 രൂപയാണ്. നമ്മുടെ നാട്ടിൽ എത്രയാ? 20. ഇവിടുന്ന് ഒരു സോഡ വെള്ളം കുടിക്കഴിഞ്ഞാൽ 120. ആ കടയിൽ നിന്ന് കാണിച്ചാൽ 20 രൂപ. അതാണ് പ്രത്യേകത. ഇവിടുന്ന് ഒരു വെള്ളം മേടിച്ചാൽ 20. ഈ 2-3 കാലെടുത്ത് വെച്ചാൽ മതി, അപ്പുറം കടയിൽ ചെല്ലും. അതാണ് പ്രത്യേകത. നോക്കി വണ്ടിയൊന്നും എത്തിയെന്നോ ഇല്ലയോ? 1 മിനിറ്റ് അടുപ്പെത്തും. ഓക്കെ, അപ്പം നമുക്ക് അവിടുത്തെ കുറേ വിശേഷങ്ങൾ. കുത്തബ് മിനാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന സംഭവം. ഹിസ്റ്റോറിക്കലി എല്ലാവർക്കും ഗൂഗിളിൽ നോക്കി തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. നമുക്ക് അവിടെ പോയിട്ട് കണ്ടിട്ട് വരാം അല്ലേ. പിന്നെ ഡൽഹി ജുമാ മസ്ജിദ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഇത്രയാണ്. ഡൽഹി ജുമാ മസ്ജിദ്, കുത്തബ് മിനാർ, പിന്നെന്താണ് ഹുമയൂൺ സ്റ്റോംബ്. അവിടെ അറിയില്ല, നമ്മൾ പോകുമ്പോൾ നമ്മൾ ടൈം കിട്ടുന്നതനുസരിച്ച്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതിൻ്റെ അത്ഭുതം കണ്ടിങ്ങനെ വായും വിളിച്ച് കുറേ നേരം ഉച്ചവരെ അവിടെ ഇരിക്കും. പിന്നെ ആ സമയം പോകും. പിന്നെ നമുക്ക് എല്ലാം തല്ലിപ്പിടിച്ച് ഓടിപ്പിടിച്ച് കാണാനേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് പോകുന്നത് എയർപോർട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളിപ്പോൾ റൂം എടുത്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ, തൊട്ട് ഓപ്പോസിറ്റ് തന്നെ. അപ്പോൾ നമ്മൾ വണ്ടി കയറി. ഞങ്ങളൊക്കെ ആകപ്പാട് കറുത്തൊക്കെ ഇരിക്കുക, ഭയങ്കര കോലക്കേടല്ലേ. നമ്മൾ മണാലിലൊക്കെ പോയി ക്ലൈമറ്റ് ഒന്നും വലിയ പിടിച്ചില്ല. അപ്പോൾ ആകെ കോലമൊക്കെ കേട്ട് ഭയങ്കര ബോറായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ്ട് നോക്കി നമ്മളിപ്പോൾ കുത്തബ് മിനാറിലേക്കാണ് പോകുന്നത്. നമ്മൾ മാസ്ക് മാറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്തെ നമ്മൾ ജസ്റ്റ് മാസ്ക് ഒന്ന് മാറ്റി തന്നെ ഫൈൻ വരും. ഇപ്പോഴേട്ടോ നമ്മൾ ഇന്നിപ്പോൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയി. ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഡിസംബർ 1st വീക്കോടെ ടൈമിലാണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ വരുമ്പോൾ കുറച്ചുകൂടെ ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് മാസ്ക് മാറ്റുമ്പോഴത്തേക്കും പോലീസ് നിന്നിട്ട് ഫൈൻ അടിക്കുകയാണ്. 4000 രൂപയ്ക്കാണ് ഫൈൻ അടിക്കുന്നത്. ഇന്ന് 2000 രൂപ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ മാറ്റുന്നില്ല. ഇപ്പം നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഓൺ ദ വേ ആണ്. കണ്ടോ, ആ കാണുന്നതാണ് കേട്ടോ എയർപോർട്ടിൻ്റെ അപ്പുറത്താണ് എയർപോർട്ട് ഉള്ളത്. ഇപ്പം നമ്മൾ കുത്തബ് മിനാർ കോംപ്ലക്സിലേക്കാണ് പോകുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. കുത്തബ് മിനാറിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എത്തിയോ? ഇല്ല എത്തിയില്ല തോന്നുന്നു. എൻട്രൻസ് എവിടെയാണെന്ന്. അവിടെ പോലീസ് സ്റ്റേഷനും പോലീസുകാരൊക്കെ ഉണ്ട്. ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, ഇത് ഇവിടെ തന്നെയാണെന്നോ എൻട്രൻസ്. ഓക്കെ, നമ്മുടെ ട്രൈപോഡ് അവിടെ ഊരി കൊടുത്തു. നമ്മുടെ ഫോണിൽ ട്രൈപോഡ് നമ്മൾ ഈ ഫോണിൻ്റെ സെൽഫി സ്റ്റിക്ക് ട്രൈപോഡ് ഒന്നും ഇവിടെ അലോഡല്ല. ഒരു സ്ഥലത്തും അലോഡല്ലേ. മുഗളിന്റെ ആണ് ഈ സൈഡ് മൊത്തം അല്ലേ. കുത്തബ് മിനാർ, കുത്തബ് മിനാറിന്റെ എൻട്രൻസ് ആണ്. നമ്മളിങ്ങനെ കയറി പോവാണ്. എല്ലായിടവും ഈ ഗാർഡനൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഗാർഡനൊക്കെയാണ്. വാ, ഇവിടുത്തെ ഒക്കെ പട്ടി കാണാൻ നമ്മുടെ നാട്ടിലെ പട്ടിയുടെ കൂട്ടുകാരനാണ്. മണാലി പട്ടിയല്ല അത് അല്ലയാ? അതെ. ഫസ്റ്റ് കയറുന്നത് നമുക്ക് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നോക്കാം. അതാ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് വരുന്നവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഖുവത്തുൽ ഇസ്ലാം പള്ളി, കുത്തബ് മിനാർ, പിന്നെന്താണ് ഖുവത്തുൽ ഇസ്ലാം മസ്ജിദിന്റെ എൻലാർജ് ഏരിയ, ഇൽത്തുമിഷിന്റെ ടോംബ്, അലൈ ദർവാസ, പിന്നെ അലൈ മിനാർ, ഇൽത്തുമിഷിന്റെ ടോംബ്, പിന്നെ നമ്മുടെ ചാർബാഗ് ഗാർഡൻ മുഗളന്മാരുടെ അത്,
പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നില്ലേ, അത് കുത്തുബുദ്ദീൻ ഐബക്ക്. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഈ പറയുന്ന കുത്തുബ് മിനാർ എന്ന് പറയുന്നത് ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ, അത് ആദ്യം പണി കഴിപ്പിച്ചത് കുത്തുബുദ്ദീൻ ഐബക്കാണ്. അതായത് കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത് അടിമവംശ സ്ഥാപകനായിരുന്നു. മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്ക്. അപ്പോൾ കുത്തുബുദ്ദീൻ ഐബക്കാണ് അതിൻ്റെ താഴത്തെ നില ആദ്യമായിട്ട് പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇവിടെ ആ ഒരു അടിമവംശത്തിൽ തന്നെ അടുത്ത ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷാണ് അതിൻ്റെ ബാക്കി മേളിലേക്കുള്ള 4 നിലകളും പണി കഴിപ്പിച്ചത്. പിന്നെ അലാവുദ്ദീൻ ഖിൽജിയാണ് ഇതിൻ്റെ പ്രവേശന കവാടമായിട്ടുള്ള അലൈ ദർവാസ പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ ആ സംഭവം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ആദ്യത്തെ നില ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത്. ഇത്രയും ആരാണ് കുത്തുബുദ്ദീൻ ഐബക്ക് പണി കഴിപ്പിച്ചു. പിന്നെ കണ്ട് ഇതിൻ്റെ ബാക്കി 3 കണ്ടോ, 1 2 3 4 ഇത്രയും പണി കഴിപ്പിച്ചത് ആരാ, ഇൽത്തുമിഷ്. പിന്നെ ഇതിന് പ്രവേശന കവാടമാണ് അലൈ ദർവാസ എന്ന് പറയും. ഒരു PSC ചോദ്യം. അപ്പോൾ അത് പണി കഴിപ്പിച്ചത് അലാവുദ്ദീൻ ഖിൽജി രാജവംശത്തിൽപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് അത് കാണാം. അതിനകത്ത് റെഡ് സാൻഡ്സ്റ്റോൺസിലാണ്, ചുവന്ന ചെങ്കൽ കൊണ്ടാണ് ഇത് കുത്തുബുദ്ദീൻ ഐബക്ക് അത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത് മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്നു. ഇതാണ് നമ്മുടെ കുത്തബ് മിനാർ. ഓക്കെ, ഇന്ത്യയിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ ഏതാണെന്ന് ചോദിച്ചാൽ കുത്തബ് മിനാർ അല്ല കേട്ടോ, അത് താജ്മഹലാണ്. ഇല്ലയോ? എത്ര അടി കുറവാണ്? 5 അടി. 1 man shoe ഉണ്ടല്ലേ? അതെ, താജ്മഹലിനെക്കാട്ടി 5 അടി കുറവാണ് ഇതിന്. അപ്പം താജ്മഹലിൻ്റെ ഉയരം ഇതിനെക്കാട്ടി 5 അടിയും കൂടെ കൂടുതലാണ്. ഇവിടെ കുറേ ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. നല്ല ഇതുണ്ട്, കല്ല് ചുമ്മാ വാരി വെച്ച് കെട്ടിയിരിക്കുന്ന ഓരോ സെറ്റപ്പും കാണാനുണ്ട്. ഒരുപാട് കാര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഉണ്ട്. വലിയ വലിയ കല്ലുകൾ കെട്ടി വെച്ച്, സിമെൻറ്റ് അന്നത്തെ കാലത്ത് സിമെൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, അല്ലാതൊക്കെ കണ്ട് ഓരോ കല്ലുകൾ കൊത്തി ചെയ്ത് വെച്ചിരിക്കുന്ന കാണണം. ഒന്ന് ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് മക്കളെ. ഇതുണ്ടോ, ഒരു കല്ലിൻ്റെ വേള അടുത്ത കല്ല് വെച്ചിട്ട് അതിൻ്റെ മേളിലൊരു കല്ല് കറക്റ്റായിട്ട് വെയിറ്റ് ബാലൻസ് ചെയ്ത് ക്രോസ് ചെയ്ത് പില്ലറും ബീമും പോലെയൊക്കെ പണിഞ്ഞേക്കാണ്. ഒരുപാട് തത്തയുണ്ട് കേട്ടോ. ഇത് നോക്കി, ഇവിടെ വാർപ്പും കാര്യങ്ങളൊന്നും ഇല്ല. പില്ലറും ബീമുമായിട്ട് കല്ല് തന്നെ പാറ തന്നെ വെച്ച് വെയിറ്റ് ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുക. അതിൻ്റെ ഒരു ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ നോക്കി, ഇതിൻ്റെ ഇടയിലൊന്നും കണക്ഷനൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. വലിയ സിമെൻറ്റ് ഒന്നും ഇട്ട് തേച്ച് ഒട്ടിച്ചൊന്നും വെച്ചിരിക്കുകയല്ല. ഇത് കല്ല് ബാലൻസ് തന്നെ ചെയ്ത് വെച്ചിരിക്കുക. പാറയാണ് മേളിൽ ഫുള്ളായിട്ട്. ഇവിടെ ഒരുപാട് കവറുകളൊക്കെ ഉണ്ട്. ആരുടെയൊക്കെ എന്തൊക്കെയാണ് സ്റ്റോൺസ് കൊത്തി കാർവ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് മുഴുവനും. ഇവിടെ ഒരുപാട് ഇസ്ലാം പള്ളി, അതുപോലെ ഒരുപാട് പള്ളി തന്നെ 3 ഭരണാധികാരികൾ ഈ ഇടിപിന്നലൊക്കെ വരുന്ന സമയത്തെ ഈ കുത്തബ് എന്തൊക്കെയോ കേടുപാടുകൾ വന്നിട്ടുണ്ടല്ലോ. ആ സമയത്ത് അപ്പം ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറഞ്ഞാൽ ഡൽഹി കേന്ദ്രമായിട്ട് ഭരിച്ചിരുന്ന 5 രാജവംശമുണ്ട്. അതിൽ ആദ്യത്തെ രാജവംശത്തിന്റെ ഭരണാധികാരിയാണ് കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹമാണ് കുത്തുബ് മിനാർ പണി കഴിപ്പിക്കുന്നത്. അതിനുശേഷം വന്ന ഇൽത്തുമിഷ് ആണെങ്കിലും ഖിൽജി വംശത്തിലാണെങ്കിലും തുഗ്ലക് രാജവംശത്തിലാണെങ്കിലും അവരൊക്കെ കുത്തുബ് മിനാറിന് ഇങ്ങനെ ഓരോ കേടുപാടുകൾ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ കല്ലുകളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ മുൻപ് അവര് കല്ലിൽ കൊത്തി കാർവ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങളാണ് ഈ കാണുന്നത്. ഇവിടുത്തേക്ക് ഒരു കുറേ അണ്ണാൻ, ഈ മരത്തിലൊക്കെ കുറേ അണ്ണാനുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത പറയാൻ വെള്ള കളറാണ് അണ്ണാനൊക്കെ. വലിയ പേടിയൊന്നുമില്ല അണ്ണാൻ. കണ്ടാ പുള്ളിക്കാരി അടുത്ത് വന്ന് നാട്ടിലെ അണ്ണാൻ്റെ കൂട്ടൊന്നുമല്ല. ഇത് പേടിയൊന്നുമില്ല. വന്ന് കാണുന്നുണ്ട്, ക്യാമറ എടുത്ത് കറങ്ങി എല്ലാം തിന്നാനുണ്ടോ എന്ന് നോക്കിയിട്ട് കാണാൻ പോകുന്നു. ഓടിപ്പോയി. ഇവിടുത്തെ വരുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അണ്ണാനാണ്ട് അവിടെ കയറുന്ന ഓരോരുത്തർ നോക്കുന്നുണ്ട്. കുറേ അണ്ണാനുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ കയ്യിലൊന്നുമില്ല, തിന്നാനൊന്നും തരാനില്ല കേട്ടോ. ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് വന്നിട്ടിരിക്കുകയാണ്. നമ്മളെന്തെങ്കിലും കൊടുത്താൽ അത് തിന്നുമായിരിക്കും. കഴിക്കാൻ വല്ല ഇരിപ്പുണ്ടോ? ഇതുണ്ടോ? നമ്മുടെ കയ്യിൽ കഴിക്കാനൊന്നും ഇല്ലടേ തരാൻ. വീടിനകത്തോട്ട് ഫുഡും കാര്യങ്ങളും ഒന്നും പറ്റില്ല. ആണോ?
ഓക്കെ, ഇനി എങ്ങോട്ടാ പോകുന്നത്? ഒരുപാട് തത്തയും മൈനയൊക്കെ ഉണ്ട്, ഇതിനകത്ത് ഒരുപാട് കൂടുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് കയറാണ്. ഇസ്ലാം പള്ളിയിലേക്ക് നമ്മൾ കയറുന്നത്. പള്ളിയാണ് ഇതില്ല, അലാവുദ്ദീൻ ഖിൽജി അവരൊക്കെ പ്രധാനമായിട്ടും കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളൊരു പള്ളിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഗ്ലാസ് ആണ്, ഗ്ലാസ് ഇവിടെ ഗ്ലാസ്. ഇതിനൊക്കെ പ്രത്യേകത ഞാൻ പള്ളിക്ക് വേണ്ടിയിട്ടാണ് കണ്ടോ, നമ്മുടെ ആ മേളിലെ കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്നത് കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. ആ കല്ലുകൾ കൊത്തിയിട്ടാണ് ഇതിനകത്ത് ഭംഗി ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇസ്ലാമിക് ആയിട്ടുള്ള വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പണ്ടൊരു അമ്പലത്തിന്റെ ഒക്കെ ഒരു പണ്ടത്തെ, അതായത് ഇന്ത്യയിൽ തന്നെ എത്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഈ മേളിൽ വെച്ചിരിക്കുന്ന ഒറ്റ പാറയാണ് കണ്ടോ. ഇത് തൂണും ബീമും ഫില്ലറും കൊടുത്തിട്ട് മേളിൽ ഒരു പാറ എടുത്ത് ഇങ്ങനെ ആ പാറ വെച്ചാണ് ഇതിൻ്റെ വാർപ്പ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തേക്കും അല്ല, മുകളിൽ കാരണം ഓരോരോ പീസ് പാറ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പരിപാടി. വെള്ളം ഒന്നും വരാതിരിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്തിട്ടുണ്ട്. സംഭവമൊക്കെ ഒരു ഈ കിടിലൻ വെറൈറ്റിയാണ്. ഇവിടെയൊക്കെ പൊട്ടൽ വീണിട്ടുണ്ടല്ലോ, പാറ പൊട്ടലാണ്. ഓക്കെ, പിത്താരോ മോസ്ക് എന്നുള്ള പേരിൽ ഇതിന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാം. നമ്മുടെ കുത്തബ് മിനാറിന്റെ ഭാഗത്തായിട്ട് തന്നെ ഉള്ളിൽ തന്നെയാണ് ഇതും സ്ഥിതി ചെയ്യുന്നത്. കുത്തുബുദ്ദീൻ ഐബക്കാണ് ഇത് പണി കഴിപ്പിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഡൽഹി സുൽത്താൻമാർ, ഞാൻ പറഞ്ഞില്ല, ഡൽഹി കേന്ദ്രമായിട്ട് ഭരിച്ചിരുന്ന 5 രാജവംശം ഉണ്ടായിരുന്നു. അതിൽ ഈ ഡൽഹി സുൽത്താൻമാർ പണി കഴിപ്പിച്ചതിൽ ഏറ്റവും പുരാതനമായിട്ടുള്ളൊരു പള്ളിയാണ് ഈ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിന് വേറൊരു കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ഇതൊരു ചതുര ആകൃതിയിലാണ് പണിയേൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ കുത്തുബുദ്ദീൻ ഐബക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഏകദേശം ഒരുപാട് ഹിന്ദു അതുപോലെ ജൈന ക്ഷേത്രങ്ങളൊക്കെ കൊത്തുപണിക്കുള്ളിൽ സംഭവം എന്താ പറയുക, ഹിന്ദു വാസ്തുശില്പി ഏകദേശം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ ആ വാസ്തുവിദ്യ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചതുര ആകൃതിയിൽ ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ നമ്മുടെ യുനെസ്കോ പൈതൃക പട്ടിക ഇടം നേടിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ. അതുപോലെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ കുത്തുബുദ്ദീൻ ഐബക്ക് ലക്ഷങ്ങൾ നൽകുന്ന ആളല്ല, അതായത് ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നതെന്നാണ് കുത്തുബുദ്ദീൻ ഐബക്കിന്റെ പേരിന്റെ അർത്ഥം വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട്. ഡൽഹി പിടിച്ചടക്കിയ സമയത്താണ് അദ്ദേഹം ഇത് പണി. ഇതിൽ ഒരുപാട് ഡീറ്റെയിലിലേക്കൊന്നും പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ കുറെ ഫോട്ടോ എടുക്കാം അല്ലേ. നിങ്ങൾക്ക് ഇത് ചരിത്രങ്ങളൊക്കെ ഗൂഗിളും ഒക്കെ കാണാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് നമുക്കിതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കല്ലേ. ഇതിൻ്റെയൊക്കെ ഒരു അന്നത്തെ കാലത്ത് പണിയെന്ന് പറഞ്ഞാൽ നല്ല ഈ കല്ലിനകത്തൊക്കെ അത്രയും എന്താ ക്ലിയർ ആയിട്ടുള്ള ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അത്ഭുതം തന്നെയാണല്ലേ. അന്നത്തെ കാലത്തെ അന്നത്തെ കാലത്തെ ഇങ്ങനെയൊക്കെ കൊത്തിയെടുക്കണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇത്രയും തന്നെ ചെയ്യണമെങ്കിൽ ഒരു ദിവസത്തെ ടച്ചാണ് 1000 രൂപ ഇത്രയും ചെയ്യണമെങ്കിൽ തന്നെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അന്നത്തെ കാലത്ത് ആൾക്കാർ എത്ര വർഷമായി എടുത്തിട്ടായിരിക്കും ഇതൊക്കെ കൊത്തി ഇങ്ങനെയൊക്കെ ആക്കി തൂണൊക്കെ പിടിച്ച് കയറ്റി ഇങ്ങനെ ഇടയ്ക്ക് കല്ലൊക്കെ വെച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഇപ്പം അന്നത്തെ ഒരുപാട് മിഷനറി ഒക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് മിഷനറി ഒന്നും കാണത്തില്ല. അപ്പം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് മുകളിൽ ആ ഒരു ബീമും ഫില്ലറും ഒക്കെ കയറ്റി അതിൻ്റെ മുകളിൽ അത്രയും വെയിറ്റ് കയറ്റി ഇത് മറിയാതെയും തൂണും മറിയാതെയും എത്ര സേഫ്റ്റി ആയിട്ടാണ് ചെയ്തുണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത്രയും വർഷമായിട്ട് നിലനിൽക്കണമെങ്കിൽ അത്രയും സേഫ്റ്റി അല്ലേ ഇതിൻ്റെയൊക്കെ ഒരു എന്താ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ടെന്നറിയോ, റായ് പിത്താരോ മോസ്ക് എന്നുള്ള പേരിൽ ഇതിന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാം. നമ്മുടെ കുത്തബ് മിനാറിന്റെ ഭാഗത്തായിട്ട് തന്നെ ഉള്ളിൽ തന്നെയാണ് ഇതും സ്ഥിതി ചെയ്യുന്നത്. കുത്തുബുദ്ദീൻ ഐബക്കാണ് ഇത് പണി കഴിപ്പിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഡൽഹി സുൽത്താൻമാർ, ഞാൻ പറഞ്ഞില്ല, ഡൽഹി കേന്ദ്രമായിട്ട് ഭരിച്ചിരുന്ന 5 രാജവംശം ഉണ്ടായിരുന്നു. അതിൽ ഈ ഡൽഹി സുൽത്താൻമാർ പണി കഴിപ്പിച്ചതിൽ ഏറ്റവും പുരാതനമായിട്ടുള്ളൊരു പള്ളിയാണ് ഈ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിന് വേറൊരു കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ഇതൊരു ചതുര ആകൃതിയിലാണ് പണിയേൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കുത്തുബുദ്ദീൻ ഐബക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഏകദേശം ഒരുപാട് ഹിന്ദു അതുപോലെ ജൈന ക്ഷേത്രങ്ങളൊക്കെ കൊത്തുപണിക്കുള്ളിൽ സംഭവം എന്താ പറയുക, ഹിന്ദു വാസ്തുശില്പി ഏകദേശം നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിൻ്റെ ആ വാസ്തുവിദ്യ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചതുര ആകൃതിയിൽ ഇത് സ്ഥാപിച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ നമ്മുടെ യുനെസ്കോ പൈതൃക പട്ടിക ഇടം നേടിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ. അതുപോലെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ കുത്തുബുദ്ദീൻ ഐബക്ക് ലക്ഷങ്ങൾ നൽകുന്ന ആളല്ല, അതായത് ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നതെന്നാണ് കുത്തുബുദ്ദീൻ ഐബക്കിന്റെ പേരിന്റെ അർത്ഥം വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട്. ഡൽഹി പിടിച്ചടക്കിയ സമയത്താണ് അദ്ദേഹം ഇത് ഇതിൽ ഒരുപാട് ഡീറ്റെയിലുകളിലേക്കൊന്നും പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ കുറെ ഫോട്ടോ എടുക്കാം അല്ലേ. നിങ്ങൾക്ക് ഇത് ചരിത്രങ്ങളൊക്കെ ഗൂഗിളും ഒക്കെ കാണാൻ ഇതിപ്പോൾ നിങ്ങൾക്ക് നമുക്കിതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കല്ലേ. ഇതിൻ്റെയൊക്കെ ഒരു അന്നത്തെ കാലത്ത് പണിയെന്ന് പറഞ്ഞാൽ നല്ല ഈ കല്ലിനകത്തൊക്കെ അത്രയും എന്താ ക്ലിയർ ആയിട്ടുള്ള ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അത്ഭുതം തന്നെയാണല്ലേ. അന്നത്തെ കാലത്തെ അന്നത്തെ കാലത്തെ ഇങ്ങനെയൊക്കെ കൊത്തിയെടുക്കണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇത്രയും തന്നെ ചെയ്യണമെങ്കിൽ ഒരു ദിവസത്തെ ടച്ചാണ് 1000 രൂപ ഇത്രയും ചെയ്യണമെങ്കിൽ തന്നെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അന്നത്തെ കാലത്ത് ആൾക്കാർ എത്ര വർഷമായി എടുത്തിട്ടായിരിക്കും ഇതൊക്കെ കൊത്തി ഇങ്ങനെയൊക്കെ ആക്കി തൂണൊക്കെ പിടിച്ച് കയറ്റി ഇങ്ങനെ ഇടയ്ക്ക് കല്ലൊക്കെ വെച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഇപ്പം അന്നത്തെ ഒരുപാട് മിഷനറി ഒക്കെ ഉണ്ട്, അന്നത്തെ കാലത്ത് മിഷനറി ഒന്നും കാണത്തില്ല. അപ്പം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് മുകളിൽ ആ ഒരു ബീമും ഫില്ലറും ഒക്കെ കയറ്റി അതിൻ്റെ മുകളിൽ അത്രയും വെയിറ്റ് കയറ്റി ഇത് മറിയാതെയും തൂണും മറിയാതെയും എത്ര സേഫ്റ്റി ആയിട്ടാണ് ചെയ്തുണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത്രയും വർഷമായിട്ട് നിലനിൽക്കണമെങ്കിൽ അത്രയും സേഫ്റ്റി അല്ലേ ഇതിൻ്റെയൊക്കെ ഒരു എന്താ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് പേരെ ഖബറൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, പക്ഷെ ആരാണ് എന്താണെന്നൊന്നും അറിയാൻ വയ്യ. ഒരുപാട് പേരെ അടക്കിയിരിക്കുന്ന ഖബർ കണ്ട് ഇവിടെ 2 ഖബർ ഇവിടെ 2 ഖബറുണ്ട്. ആരെയാണ് എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടുമില്ല, ഇവിടെ ഗൈഡൊന്നുമില്ല, അതുകൊണ്ട് വലിയ ഡീറ്റെയിൽ ഒന്നും നമുക്ക് അറിയാൻ വയ്യ. കണ്ട് മനസ്സിലാക്കുന്നതായാലും. ഇതാണ് അപാരം. ആ കൊത്തുപണി നമുക്കത് അടുത്ത് പോയി കാണാം. ഓരോരോ കല്ല് വെച്ചിട്ട് കൊത്തി ചെയ്തിരിക്കുന്ന അത് അപാരമാണ്. നോക്കട്ടെ, അടുത്ത് നോക്കട്ടെ എന്താണ് സംഭവം. പാറ തന്നെയാണോ? നോക്കട്ടെ, ഓരോരോ പീസായിട്ട്. അതെ ഓരോ പീസാണ് ഓരോ പീസ് കല്ല്. ഇവിടം വരെ ഒരു പീസ്. പാറയുടെ ഓരോരോ കളർ ചേഞ്ച് വെച്ചിട്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇതെന്തോ വലിയൊരു എന്താ ഒരു നമ്മൾ ഈ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണക്കുള്ള ഒരു വെറൈറ്റിയാണ് ഇതിനകത്ത് അനുഭവപ്പെടുന്നത്. പക്ഷേ പാറയ്ക്കകത്ത് തന്നെയാണ് ചെയ്തത്. ഓരോ പാറ ഉണ്ടോ, ഇതൊരു പാറ. ഇതിനകത്ത് ഫ്രണ്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആ കറക്റ്റ് അളവിൽ അയൺ പില്ലർ. ഇതൊരു ഇരുമ്പിൻ്റെ പില്ലറാണ്. നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ കൊടിമരം എന്ന് പറയത്തില്ല, അതുകൊണ്ടൊക്കെ ഒരു സംഭവം ഇരുമ്പാണ് ഇത്. കൊടിമരം പോലൊക്കെ ഒരു ഇതുണ്ടോ, ഇരുമ്പാണ് കമ്പ് വെച്ചിരിക്കുന്നത്. കണ്ടോ, അതാണ് ഞാൻ അവിടെ നോക്കിയേ. ആ അറബി ടൈപ്പ് കൊത്തി വെച്ചേക്കുന്നുണ്ടോ അറബിയിൽ. അത് നിനക്ക് തോന്നുന്ന പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് വെച്ച കളർ, ഓരോരോ കളർ അല്ലേ ദൂരെ നിന്ന് നോക്കുമ്പോൾ. അതന്നെ ആ അടുത്ത് വരുമ്പോൾ അതൊരു എന്താ പാറയാണ്. ഞാൻ കാണിച്ചെന്നില്ലേ, അതുകൊണ്ടൊക്കെ പാറക്കകത്താണ് ചെയ്തത്. കാരണം കിട്ടില്ല വർക്കുകളൊക്കെ കേട്ടോ. ഇതുകൊണ്ടൊക്കെയുള്ള പണിക്കാരെയൊക്കെ ഇപ്പോൾ കിട്ടാൻ പാടായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാവരുടെ ഇതൊക്കെ തന്നെ ഇങ്ങനെ കുത്തി പണിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്നു. പുള്ളിക്കാരി ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഫോട്ടോ എടുപ്പാണ്. കുറേ ഉണ്ട് ഇവിടെ കാണാൻ. ഇങ്ങനെ റൗണ്ട് അടിച്ച് കിടക്കുകയാണ് ഏക്കർ കണക്കിന്. അപ്പോൾ കണ്ട നമ്മളിങ്ങനെ കുത്തബ് മിനാറിൻ്റെ ഉള്ളിലെ ഖുവത്തുൽ പള്ളിയും ഇവിടെ കുത്തബ് മിനാർ എന്ന് പറയുമ്പോൾ ആ ഒരു ഒറ്റ മോണുമെൻ്റ് മാത്രമല്ല ഇവിടെ കാണാനുള്ളത്. ഇവിടെ അതിനേക്കാളും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇൽത്തുമിഷിൻ്റെ ടോംബ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ട അവിടെ കുറേ ടോംബ് ഖബർസ്ഥാനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇവിടെ പ്രോപ്പറായിട്ട് ഒന്ന് പറഞ്ഞു തരാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ആരുമില്ല. ഇതാണോ കുത്തബ് മിനാറിൻ്റെ അല്ല, ഇൽത്തുമിഷിൻ്റെ അല്ലല്ലോ, ആരുടെ ആണെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു ഖബർസ്ഥാനി കാണുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശവകുടീരങ്ങളാണ്, പക്ഷെ അത് വളരെ രസമായിട്ടാണ് ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് അല്ലേ. ഭരണാധികാരികൾ അവരുടെ മരണശേഷവും
അവരെ അറിയപ്പെടണം. അതാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന് വെച്ചാൽ ഈ ഡൽഹി ഭരിച്ചിരുന്ന ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ തന്നെയാണ്. അപ്പോൾ അവരുടെ മരണശേഷവും ഇതൊക്കെ അറിയപ്പെടണം എന്ന് അവർക്കൊരു അങ്ങനെയാണ് എല്ലാ ഭരണാധികാരിയും അവരുടേതായ രീതിയിൽ അറിയപ്പെടണം. അതുകൊണ്ട് അവർ ഓരോ കാര്യങ്ങളും അവർക്ക് അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഇൽത്തുമിഷിന്റെ ടോംബ്. ഇൽത്തുമിഷ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അടിമ വംശത്തിലെ അത് ആർക്കാണ്? അടിമ വംശത്തിലെ 2ാമത്തെ രാജാവാണ് ഫേമസ് ആയിട്ടുള്ള. ഈ ഇൽത്തുമിഷിൻ്റെ മകളാണ് റസിയ സുൽത്താന എന്ന് പറയുന്നത്. ഡൽഹി ഭരണാധികാരികളിൽ ഏറ്റവും അല്ലെങ്കിൽ ഒരു വുമൺ അറിയപ്പെടുന്ന ഭരണാധികാരിയായിട്ട് അറിയപ്പെടുന്നത് ഇൽത്തുമിഷിൻ്റെ മകളാണ് റസിയ സുൽത്താന എന്നാണ്. അപ്പോൾ ഡൽഹി രാജവംശം ഭരിച്ചിരുന്ന ഏക ഒരു കരുത്തുറ്റ വനിത എന്ന് നമുക്ക് ആരെ പറയാം? റസിയ സുൽത്താനേനെ പറയാൻ പറ്റും. ഇത് കണ്ട് ഇതെനിക്ക് തോന്നുന്നു നമുക്കിവിടെ ചോദിക്കാനൊന്നും ആരുമില്ല. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഇൽത്തുമിഷിൻ്റെ ടോംബ് എന്നാണ്. വളരെ രസമായിട്ടാണ് ഇവിടെ കണ്ട എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് കൊത്തുപണികളൊക്കെ ചെയ്ത് ഒരുപാട് അറബിക് റൈറ്റിങ്സ് ഒക്കെ ഇവിടെ ചുറ്റും കാണാൻ പറ്റും. ഇവിടെ അല്ലേ എൻ്റെ ഉള്ളിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ തോന്നുന്നു അല്ലേ? അടിപൊളിയായിട്ട് ഞാൻ എൻ്റെ അടുത്തേക്ക്. ഇത് മാർബിൾ ആണല്ലോ. അതെ അതെ, മാർബിളിൽ കൊത്തുപണി ചെയ്തിരിക്കുന്നതാണ്. ഇതിനൊരു പ്രത്യേകത എനിക്ക് ഞാൻ വായിച്ചിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർബിളിൽ ചെയ്തിരിക്കുന്നത് ഡൽഹി സുൽത്താനായിട്ടുള്ള തുഗ്ലക് വംശത്തിലെ ആളുകളാണ്, ഭരണാധികാരികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ഫിറോസ് ഷാ തുഗ്ലക് എനിക്ക് തോന്നുന്നു അത് പിന്നീട് അവർ ചെയ്തിരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട് അല്ലേ? നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഇനി വരൂ, ഇനി ഫോട്ടോ ടൈം ഷൂട്ടിംഗ് ടൈം ലോഗോ സർട്ടിഫിക്കറ്റ്. ഫോട്ടോ എടുക്കുന്നതിന് ടക്കെന്നും പറഞ്ഞ് അടിച്ചെടുക്കണം. ഇരുന്ന് വേണ്ട. നമ്മൾ പറഞ്ഞില്ലേ താജ്മഹലിനും റെഡ് ഫോർട്ടിനും ഒക്കെ തുരങ്കങ്ങളുണ്ട്, അങ്ങോട്ട് കണക്ഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും കേട്ടോ തുരങ്കങ്ങളുണ്ട്. ഇതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ തുരങ്കമുണ്ട്. മറ്റ് സ്ഥലത്തോട്ട് ടണലുണ്ട്, കണക്ഷനുണ്ട്. വേറെ എവിടേക്കോ എന്തൊക്കെയോ ടണലുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ അടഞ്ഞു പോയി കാണും. ഇതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. എല്ലാം ഇങ്ങനെയുള്ള സ്മാരകങ്ങൾക്ക് ഇടയിൽ അവർക്ക് ഇങ്ങനെ ടണലുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ടണലുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എവിടെ ഉണ്ട്? കൊട്ടാരത്തിലൊക്കെ ഉണ്ട്. അവിടുത്തെ നിധിയും സ്വർണ്ണം ഒക്കെ ആയിട്ട് രക്ഷപ്പെടാൻ ആർക്കും മാർത്താണ്ഡമ്മയ്ക്ക് ഇട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യർമാൻ തോന്നുന്നു സംഭവങ്ങളെല്ലാം കൂടുന്ന ഏതോ ഒരു കായലിൽ കളഞ്ഞിരിക്കുക. അത്ര മേലെ കിടന്ന് ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. ഇതൊക്കെ ഗ്രേവ് യാർഡ്സ് ആണ്. ഗ്രേവ് യാർഡ്സ് മീൻസ് നമ്മുടെ ഖബർസ്ഥാനുകളില്ലേ, അത് കണ്ട ഒരുപാട് ഖബർസ്ഥാനുകൾ. പക്ഷെ ഇവിടെ ഇത് ആരുടെയാണ് എന്നും നമുക്കൊരു ഐഡിയ ഇല്ല. ഇവിടെ ഒരുപാട് ഇതെല്ലാം ഓരോ ഖബറാണ്. ആരെയൊക്കെയോ ഖബറുകളാണ് ഈ വെച്ചത്. അതൊക്കെ ഇതൊക്കെ ഓരോരോ ഖബറുകൾ. ആരെയൊക്കെ എന്തൊക്കെയാണെന്നൊന്നും അറിയാൻ വയ്യ. ഒന്നും ഇവിടെ ഒരുപാടുണ്ട് ഇങ്ങനെ ഖബർ. ഇതൊരു പള്ളിയാണ് എന്ന് പറഞ്ഞാൽ ഒരു 5 പേർക്കും 6 പേർക്കും ഒക്കെ വന്ന് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു പള്ളി. ഇമാം വയ്ക്കാനുള്ള സ്ഥലവും ഒരു 1 2 3 വരിയായിട്ട് ആൾക്കാർ നിൽക്കാൻ പറ്റും. ഒരു 3 6 9 പേർക്കൊക്കെ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചെറിയ പള്ളി. ടോംബ് കാണാൻ പോയപ്പോൾ ഇതുപോലെ ഗാർഡൻസ് ആയിരുന്നു. അവിടെ സെറ്റ് ചെയ്ത് സൈഡിൽ ഒരു ഗ്രീൻ കളർ. ഇവർക്കൊരു യൂണിഫോമിറ്റി ഉണ്ട്. മുഗളന്മാരുടെ എന്താ കയറാൻ പറ്റില്ല, അവിടെ ചങ്കലിട്ട് കൂട്ടി വെച്ചേക്കാം. എന്താ അറിയാൻ വയ്യല്ലോ. ഇതെന്തൊരു വലിയ എന്തോ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇതിനകത്ത് കയറാനും. എന്തൊരു സംഭവം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഭടന്മാരൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടേ ആയിരിക്കാം. ഫുള്ള് പാറ കൊണ്ട് ഇങ്ങനെ മേളി വരെ കെട്ടി ഉണ്ടാക്കി. ഇതിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കണ്ടങ്ങ് കാണാമല്ലോ. ഇതുണ്ട് അവിടെ ഒരു ഓപ്പണായിട്ടുള്ള വാതിൽ മാത്രമുണ്ട്. വേറെ നോക്കട്ടെ, വേറെ സൈഡിൽ വല്ല വാതിലുണ്ടോന്ന്. വേറെ സൈഡിൽ വല്ല വാതിലുണ്ടോ? വേറെ വാതിലൊന്നും കാണുന്നില്ലല്ലോ. ഒരു അത് ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 4
എയർ പാസേജിന് വേണ്ടിയുള്ള സ്ഥലമായിരിക്കും എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് പട്ടാളക്കാർ നിൽക്കാൻ വേണ്ടിയിട്ടേ ഹൈറ്റിൽ. ഇവിടെ അങ്ങനെ പട്ടാളക്കാരുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം. പട്ടാളക്കാരല്ലേ ഇവരുടെ ഭടന്മാരുണ്ടല്ലോ, ഭടന്മാർ. ഇവിടെ അങ്ങനെ ഒരു കോട്ടയാണെങ്കിലല്ലേ ഇതിന് ആവശ്യമുള്ളൂ. കൊട്ടാരമാണെങ്കിലല്ലേ അവർ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അവിടെ ആവശ്യമുള്ളൂ. പിന്നെന്താണ് ഇവരുടെ ഞാനേ പണ്ട് അവിടെ അക്ബർ ടോംബിൽ പോയിട്ട് ഇതുപോലെ പുതിയ മോഡൽ ഒരെണ്ണം കണ്ടു. അപ്പൊ അന്ന് അവര് പറഞ്ഞത് ഈ പണ്ട് ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ മോഡലാണല്ലോ വരുന്നത്. ഇത് ഏറ്റവും ഡൽഹിയിലെ പഴക്കം ചെന്നൊരു മോഡലാണ്. മുഗളന്മാരുടെ റെഡ്, അത് കഴിഞ്ഞിട്ട് ഷാജഹാന്റെ വരുമ്പോൾ വൈറ്റ് മാർബിള് അല്ലേ. ഇത് ഏറ്റവും പഴക്കം ചെന്നൊരു സംഭവമാണ്. അത് വെച്ച് കമ്പയർ ചെയ്ത് ഊഹിച്ച് പറയുകയാണെങ്കിൽ അപ്പൊ ആ ഒരു ഇതെനിക്ക് എന്തായിരിക്കും ഇവരുടെ വീടൊക്കെ പണ്ട് ഇതുപോലത്തെ ആയിരുന്നു. താമസിക്കാൻ വേണ്ടിയിട്ട് വീട് പണിയുന്നത്. പക്ഷെ ഇതിനകത്ത് കയറണമല്ലോ, ഇതിനൊരു എൻട്രൻസ് ഇതായിരിക്കും എൻട്രൻസ്. അങ്ങനെയാണെങ്കിൽ നീ ഉദ്ദേശിച്ച വെച്ചാണെങ്കിൽ ഇതായിരിക്കും എൻട്രൻസ്. ഇതാണ് വലിയ എൻട്രൻസ്. അല്ലടേ ഇതിനകത്ത് എന്തോ കണ്ടോ, അകത്ത് വേറെ എന്തോ സെറ്റപ്പ് ഉണ്ടല്ലോ കണ്ടോ. എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. ചെങ്ങലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറാൻ പറ്റാത്ത രീതിയിലുള്ള ചെങ്ങലാണ് കേട്ടോ. ദേഹത്ത് അടിച്ചു കയറുന്ന രീതിയിലുള്ള പരിപാടിയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ചെങ്ങല മാത്രമല്ല, എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ? അതുകൊണ്ടല്ലോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വാ നോക്കാം, എന്തോന്ന് നോക്കട്ടെ എഴുതി വെച്ചേക്കുന്നത്. ഈ സംഭവം എന്താണെന്നറിയോ, അലൈ മിനാറാണ്. കിട്ടി, ഇവിടെ വന്ന് വായിച്ചപ്പോഴാണ് കിട്ടിയത്. ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ ആ സാധനമാണ് നേരിട്ട് കണ്ടതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അലാവുദ്ദീൻ ഖിൽജി, നമ്മുടെ ഖിൽജി രാജവംശത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. അപ്പം അദ്ദേഹം ഇത് നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്ക് കുത്തുബ് മിനാർ പണ്ടത്തെ അതുമായിട്ട് പ്രൊപ്പോർഷനേറ്റ് അതിൽ ഡബിൾ വലുതാക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം പണിതാണ് ഈ കാണുന്നത്. പക്ഷെ അദ്ദേഹം മരിച്ചുപോയി, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇവിടം വരെ പണിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ താരിഖ് അലൈ എന്ന് പറയുന്ന അമീർ ഖുസൈൻ്റെ ഒരു റൈറ്റിംഗ് ഉണ്ട്. അതിനകത്താണ് അലാവുദ്ദീൻ ഖിൽജി ഈ മോസ്കിന്റെ എന്താണ് സൈസ് വലുതാക്കാനും അതുപോലെ മറ്റൊരു മിനാരം പണിയാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ അതാണത് ഇടയ്ക്ക് വെച്ച് നിന്ന്, അതാണ് ഇവിടെ കുത്തബ് മിനാറിന്റെ കൂട്ടുകാരൻ പറഞ്ഞോടെ പണി കയറ്റാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷെ അവിടെ വരെ പണിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ മരണപ്പെട്ടു. അതുകൊണ്ട് അവിടെ വെച്ച് പണി കയറി. അതാണ് സംഭവം. എനിക്ക് തോന്നി എന്തോ ഒരെണ്ണം പണിയാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ പകുതി കാൽപാലം പോലും ആയില്ല, അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ തീർന്നു. ഇനി അടുത്ത നമുക്ക് കുത്തബ് മിനാറിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ബാക്കിയെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി കുത്തബ് മിനാറിൻ്റെ അടുത്തോട്ട് പോവാം. അതല്ലേ മെയിൻ ഇവിടെ. ഇനി അതിൻ്റെ അടുത്തോട്ട് ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര തുടരുകയാണ്. ഓക്കെ, ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ അവിടെ. മലയാളീസും ഉണ്ട്. ഇടയ്ക്കൊക്കെ മലയാളം പറയുന്ന കേൾക്കാം. ഇത് കുത്തബ് മിനാർ പണിഞ്ഞിരിക്കുന്ന 5 നിലയായിട്ടാട്ടോ. 5 നിലയായിട്ടാണ് പണിഞ്ഞിരിക്കുന്നത്. 399 സ്റ്റെപ്പുണ്ട് ഇതിനകത്ത്. 399 സ്റ്റെപ്പായിട്ടുണ്ട്. ഇതിൻ്റെ എൻട്രൻസ് ആണിത്. ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കും. ഇപ്പോൾ ആരെയും പ്രവേശനമൊന്നുമില്ല, അതോടെ ആരെയും പ്രവേശിക്കത്തൊന്നുമില്ല. ഓക്കെ, നമുക്ക് വട്ടത്തെ ഒന്ന് ചുറ്റി കാണാം. കുത്തബ് മിനാറിൻ്റെ താഴത്തെ ഗ്രൗണ്ടാണിത്, ഗ്രൗണ്ട് ഫ്ലോർ. ഒന്ന് ചുറ്റി കാണാം നമുക്ക് ആദ്യമേ. ഫസ്റ്റ് 4 സൈഡ് ഒന്ന് കണ്ടാലോ. എൻ്റെ പൊന്നോ, നടന്നൊക്കെ തീരുന്നില്ലല്ലോ, അത്രയും ഉണ്ടല്ലോ. ഇത് കാണുന്നോണക്കൊന്നുമല്ല, ദൂരെ നിന്ന് കാണുമ്പോൾ നമ്മൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും നല്ല വലിപ്പമുണ്ട്. സാധനം കറങ്ങി തീരുന്നില്ല. മാം ഇങ്ങോട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആളെ കിട്ടത്തില്ല, അതാണ് വിഷയം. പുള്ളിക്കാരി അവിടെ ഇരുന്ന് എണ്ണാനെ പിടിക്കാൻ നടക്കുന്നു കൊച്ചി. അയ്യോ, കൊച്ചി
ചോട്ട് കിടന്ന് ബലം പിടിക്കുന്നു. എന്തോ കൊച്ചു കിടന്ന ഓട്ടത്തോടെ ഓട്ടം. അപ്പോൾ നമ്മൾ കുത്തബ് മിനാറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കണ്ട ഭയങ്കര ഹൈറ്റ്. എവിടെ നോക്കുമ്പോൾ കുറച്ചേ കാണാൻ പറ്റുള്ളൂ. ഇരുട്ടാണ് മുകളിലോട്ട് നോക്കുമ്പോൾ. പക്ഷേ നമ്മുടെ കണ്ണെത്തിപ്പെത്താത്ത ദൂരത്താണ്. നമ്മൾ പറഞ്ഞില്ലേ താഴത്തെ ഇത് 5 നിലകളിലായിട്ടാട്ടോ വരുന്നത്. അതായത് താഴത്തെ നില ഞാൻ പറഞ്ഞില്ലേ ആരാണ്, ഖുതുബുദ്ദീൻ ഐബക്കാണ് പണിയെഴുപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കുണ്ട് 4 നില. ഇൽത്തുമിഷ് അടിമ വംശത്തിലെ രാജാവ് തന്നെയാണ്. ഇൽത്തുമിഷാണ് 4 നിലകളും പണിതിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ പ്രവേശന കവാടമുണ്ട്. പ്രവേശന കവാടം നമ്മൾ അലൈ ദർവാസ എന്ന് പറയും. അലൈ ദർവാസ. ബുലന്ദ് ദർവാസ നമ്മൾ കണ്ടില്ലായിരുന്നു. എവിടെയാണ് കണ്ടത്? ഡൽഹിയിൽ ഫത്തേപൂർ സിക്രിയിൽ അക്ബറിൻ്റെ കണ്ടില്ലേ, അക്ബർ പണി കഴിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ ഒരു ദർവാസയുണ്ട്. ഇത് പ്രവേശന കവാടമാണ്. ഇവിടെ ഉണ്ട്. ഇവിടെ സെക്യൂരിറ്റിക്കാരെല്ലാവരും വിസിലടിച്ച് ഓടിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. കുട്ടികളോട് അതിക്കുന്ന ഇറങ്ങാനായിട്ടുള്ള എന്തോ പറയുന്നു. നമ്മൾ കണ്ടത് ഇത് കുറച്ചിങ്ങനെ പൊളിഞ്ഞെടുക്കാമെന്ന് തോന്നുന്നു മുകളിൽ. ഇവിടുത്തെ കണ്ടല്ലേ ഈ കുത്തുബ് മിനാർ ഞാൻ പറഞ്ഞില്ലായിരുന്നു, പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ മേളിൽ ഹൈറ്റ് ഉള്ളല്ലേ ഇടിമിന്നലും ഭൂ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെയോ ഇതിന് പൊട്ടലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഐ മീൻ ഇതിനൊക്കെ എന്തോ സംഭവിച്ചപ്പം അതിനുശേഷം വന്ന ഡൽഹിയിലെ ഭരണാധികാരികൾ മാറി മാറി ഡൽഹി ഭരിച്ച ഡൽഹി ഭരണാധികാരിൽ നമ്മുടെ തുഗ്ലക് ഭരണാധികാരികളൊക്കെ അതിന് ഐ മീൻ ചെറുതായിട്ടും തൊട്ടും ഒക്കെ മിനുസപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ആ ഒരു വാസ്തുവിദ്യയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മൾ നോക്കുമ്പോൾ ഇൻഡോ ഇസ്ലാമിക് ഒരു വാസ്തുവിദ്യാ ശൈലിയിൽ ആണ് ഇവിടെ മൊത്തം പണിതിരിക്കുന്നത്. ഇവിടെ മേളിലൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ നമ്മൾ ഹിസ്റ്ററി അറിയാമെന്നല്ലാതെ ഇതിൻ്റെ ആർക്കിടെക്ചറായിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗൈഡിനെ ചൂസ് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെ ഞാൻ കണ്ടില്ല. പിന്നെ ഇവിടെ ഓരോ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ അതിനെക്കുറിച്ചൊക്കെ. അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്ന ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ കണ്ടതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഫുള്ളും ഈ കല്ലിൽ പണിതിരിക്കുന്നില്ലേ കണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇൽത്തുമിഷിൻ്റെ ടോംബിൻ്റെ അകത്ത് പോയപ്പം അവിടെ മാർബിളിൽ പണിതിരിക്കുന്നത് കണ്ടു. അതൊക്കെ തുഗ്ലക് വംശത്തിൽപ്പെട്ട ആളുകൾ പണിതതാണ്. ഇവിടെ എന്ത് മനോഹരമായ കാഴ്ചകളാണെന്നറിയാം. ഇവിടുന്ന് വന്നിട്ട് ഇതുവരെ പോകാൻ തോന്നിയിട്ടില്ല. ഇത് മുഴുവനും കുത്തബ് മിനാറിൻ്റെ കോംപ്ലക്സിലെ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ ഒരു പാർക്ക് കാണുന്നുണ്ട്. എന്താ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്താണെന്ന് കൂടെ നോക്കിയിട്ട് വരാം. അവിടെ വരെ വന്നേല് പാർക്കും കൂടെ നോക്കിയിട്ട് വരട്ടെ. ഒന്നുമില്ല, ചുമ്മാ ആളുകൾ അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നൊക്കെ ഉള്ളു. അല്ല വേറെ കാര്യമൊന്നും ടൂറിൻ്റെ കളിക്കുന്നു ഒന്നുമില്ല അവിടെ. കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, നല്ല ടയർഡാണ്. നടന്ന് കാണാൻ ഒരുപാടുണ്ട്. ഇത് കണ്ടോ, ഇവിടുത്തെ കൊത്തുപള്ളികളൊക്കെ നോക്കുമ്പം ഒരു നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഒരു ഡിഫറെൻ്റ് ഉണ്ട്. അതായത് മുസ്ലിം രാജവംശത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണുന്ന ഒരു കൊത്തുപണികൾ, അതൊക്കെ ദേവി ഐ മീൻ ശരിക്കും ആർക്കിടെക്ചറൊക്കെ നോക്കുമ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡൽഹി സുൽത്താൻമാരൊക്കെ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ചെയ്തിരുന്നു. ഒരുപാട് ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് കീഴടക്കി അവിടെ നിന്നുള്ള നല്ല നല്ല സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വരുമായിരുന്നു. ചിലപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നതാകാം ഇത് സാധ്യതയുണ്ട് അല്ലേ. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് ഭയങ്കര ഒരുപാട് യുദ്ധത്തിന് പോകാറുണ്ട്. ഒരുപാട് യുദ്ധം ഓരോ സ്ഥലത്തൊക്കെ കീഴടക്കി ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവര് ഈ നമ്മൾ പറയുമ്പോൾ ഒരുപാട് ജൈൻ ക്ഷേത്രങ്ങളും അതുപോലെ ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ തകർത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മേ ബി നമുക്കിത് ചോദിച്ച് പറഞ്ഞു തരാൻ ആരുമില്ലല്ലോ. അപ്പൊ എൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു. അവിടെ എന്തുകൊണ്ടാന്ന് തോന്നുന്നല്ലോ. ഇല്ല ഇതെല്ലാം ചരിഞ്ഞാണ് നിൽക്കുന്നത്. ഇങ്ങനെ ചരിഞ്ഞോണ്ടോ അല്ല, ഇങ്ങനെ എല്ലാം ചരിഞ്ഞ് അവർ പണിത്തരങ്ങളൊക്കെ ചരിച്ച് നിർത്തിയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുത്തബ് മിനാറിൽ നിന്ന് ഇറങ്ങുവാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. എല്ലാം ചരിത്ര സ്മാരകങ്ങൾ ഓരോ സ്ഥലത്തായിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ പരിപാടി. അവിടുത്തെ പരിപാടി അത്രയേ ഉള്ളൂ. ഞാൻ ബാക്കിൽ നടന്നു വരുന്നുണ്ട്. ബാക്കിലെങ്ങാണ്ട് ഉണ്ടായിരുന്നു വേണ്ട. അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് വിടാം. നീ അടുത്ത സ്ഥലത്തേക്ക് വിടാം നമുക്ക്.
ഓക്കെ, അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ടൂറിസ്റ്റാണ് ഇവിടുത്തെ ആളുകൾ. നമ്മുടെ പ്രതീക്ഷ കണക്കൊന്നും അല്ല, നല്ല ടൂറിസ്റ്റൊക്കെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് വരുന്ന പ്ലേസാണ്. പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇവിടെ അകത്തൊക്കെ പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. ആരും ആഗ്രയെക്കാട്ടി കുറച്ചുകൂടെ സേഫ് നമുക്ക് ഡൽഹി തന്നെയാണ്. ആഗ്രഹ കുറച്ച് റൂറൽ ഏരിയ ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. ഒറ്റയ്ക്കൊക്കെ പോകുമ്പോഴേ നല്ല റിസ്ക്കാണ്. നമ്മളെ എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാൻ. ഫത്തേപൂർ സിക്രിയിലെയാ അവിടെ പോയ കുറേ ലോക്കൽ ഏരിയ ആണ്. അവിടെയൊക്കെ നമ്മൾ പറ്റിക്കാൻ ഇവിടെ കൂടുതലാണ്.